ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട ഒരു യാത്രയാണ്. അബ്രാഹം തൻ്റെ പ്രിയപ്പെട്ട വിശ്വസ്തനായ സേവകനെ അടുത്ത് വിളിച്ച് പറയുകയാണ്, എൻ്റെ മകന് വേണ്ടി നീ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ശപഥം ചെയ്യിച്ച് അബ്രാഹത്തിൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയാണ്. നമ്മൾ ആ യാത്രയോടൊപ്പം ചേരുകയാണ്. ആ യാത്ര നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാനായി പോകുന്നത് നസ്രത്തിലെ പാവപ്പെട്ട ഒരു കന്യകയുടെ അടുത്തേക്കാണ്. ഒരു പക്ഷേ നിങ്ങൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട ചില കണക്ഷനുകൾ, ചില ലിങ്കുകൾ, ചില ടൈപ്പോളജികൾ അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ശ്രദ്ധയോടെ കേൾക്കണം. നമുക്കിത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലൊരു നിധിയാണിത്. അബ്രാഹം തൻ്റെ ഭൃത്തിനെ അയക്കുന്നത് പോലെ പിതാവായ ദൈവം തൻ്റെ വിശ്വസ്ത ഭൃത്തിനെ ആർക്കേഞ്ചൽസിൽ ഒരാളെ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് അയക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ നേരെ ചെന്ന് ഈ പെൺകുട്ടിയെ കാണുകയാണ്. പോകുമ്പോൾ അബ്രാഹം ഒരു പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. എൻ്റെ ജനത്തിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ നീ പെൺകുട്ടിയെ കണ്ടുപിടിക്കാവുള്ളൂ. ഇതുപോലെ പിതാവായ ദൈവം തൻ്റെ പുത്രന് വേണ്ടി ഒരു കന്യകയെ അന്വേഷിക്കുമ്പോൾ തൻ്റെ ജനമായ ഇസ്രായേലിൽ തന്നെ പെട്ട ഒരു കന്യകയുടെ അടുത്തേക്കാണ് വരുന്നത്. മറ്റ് ജാതികളിലേക്കൊന്നും പോകുന്നില്ല, ഇസ്രായേലിലേക്കാണ് വരുന്നത്. ഇതുപോലെ ഇങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ റബേക്കയെ ഈ ഭൃത്യൻ കാണുന്നു. അതിനുശേഷം അവർ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള പരാമർശം ഇപ്രകാരമാണ്: അവൾ